മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മിന്നും താരമായി കുമ്പിടി സ്വദേശിനി അദീന. യുപി വിഭാഗം നാടോടി നൃത്തത്തിന് 2ാം സ്ഥാനവും കുച്ചുപുടിക്കും ഇംഗ്ലീഷ് പദ്യം ചൊല്ലലിനും എ ഗ്രേഡും കരസ്ഥമാക്കിയിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കി. കാലടി വിദ്യാപീഠം യുപി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അതിനൊക്കെ വിവിധ മത്സര ഇനങ്ങളിൽ എ ഗ്രേഡും സെക്കൻഡും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആൾ ചെറിയ ആളൊന്നുമല്ല, വലിയൊരു പ്രതിഭ തന്നെയാണ്. അപ്പോൾ എന്തായാലും അതിനയുടെ വിശേഷങ്ങൾ നമുക്ക് അതിനോട് ചോദിച്ചറിയാം. അപ്പോൾ അതിന് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അതിനെ പറ്റൊന്ന് പ്രേക്ഷകർ പരിചയപ്പെടുത്തും. ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ എടപ്പാൾ സബ് ജില്ലയിൽ നിന്നുള്ള വിദ്യാപീഠം യുപി സ്കൂൾ കാലടി എന്ന് പറയുന്ന സ്കൂളിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഇപ്പോൾ ഒരുപാട് മത്സര ഇനങ്ങളിൽ ഫസ്റ്റ് സെക്കൻഡും എ ഗ്രേഡ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ, അതൊക്കെ ഏതൊക്കെയാണെന്ന് പറയുമോ? ഇംഗ്ലീഷ് റെസിറ്റേഷൻ ഉണ്ടായിരുന്നു, അതിന് എ ഗ്രേഡ് ഉണ്ട്. പിന്നെ കുച്ചിപ്പുടി ഉണ്ടായിരുന്നു, അതിനും എ ഗ്രേഡ് ഉണ്ട്. പിന്നെ ഇന്ന് ഫോക്ക് ഡാൻസ് ആയിരുന്നു, അതിന് സെക്കൻഡ് എ ഗ്രേഡ് ഉണ്ട്. ഇപ്പോൾ എത്ര വർഷമായിട്ട് ഡാൻസ് ഒക്കെ പഠിക്കുന്നുണ്ട്? ഞാൻ 8-9 വർഷമായിട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട്. ഫോക്ക് ഡാൻസ് തന്നെയാണോ ഫോക്കസ് ചെയ്യുന്നത്, വേറെ ഏതെങ്കിലും? അല്ല, ഞാൻ ഭരതനാട്യം കുച്ചിപ്പുടിയും ഫോക്ക് ഡാൻസും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ കുച്ചിപ്പുടിക്ക് ഫോക്ക് ഡാൻസിലാണ് വന്നത്. മെയിൻ പേരൻസിനൊക്കെ ഒന്ന് പരിചയപ്പെടുത്തും. എൻ്റെ അച്ഛൻ്റെ പേര് വിനോദ് എന്നാണ്. അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട്. അമ്മയുടെ പേര് രാഗിത എന്നാണ്. അമ്മ ടീച്ചറാണ്, എൻ്റെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന ടീച്ചറാണ്. പിന്നെ അച്ഛൻ NCV ന്യൂസ് ചാനലിൻ്റെ ഡയറക്ടറാണ്. ഇപ്പോൾ അതിനിപ്പോൾ ഡാൻസിൽ ആയാലും റെസിറ്റേഷൻ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണല്ലോ. അപ്പോൾ എല്ലാത്തിലും എങ്ങനെയാണ് ഫോക്കസ് കൊടുക്കുന്നത്, എങ്ങനെയാണ് എല്ലാം കൂടി മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നമ്മൾ ഡാൻസ് എന്ന് പറയുമ്പോൾ കുച്ചിപ്പുടി ആണെങ്കിലും ഫോക്ക് ആണെങ്കിലും വേറെ വേറെയാണ്. പക്ഷെ എന്നാലും ഡാൻസ് ആകുമ്പോൾ അതിൻ്റെ ഇതിൽ പോകും. പക്ഷേ ഇംഗ്ലീഷ് സ്റ്റേഷൻ്റെ ഒപ്പം കൊണ്ടുപോകാൻ കുറച്ച് പാടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ വോയിസ് മോഡുലേഷൻ ആണെങ്കിലും ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ജലദോഷം ഇങ്ങനെയൊക്കെ വന്നിട്ട് അതിൻ്റെ വോയിസ് മോഡുലേഷൻ്റെ പ്രശ്നം വരാറുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ഒരു മിനിമൈസ് ചെയ്തിട്ട് കൊണ്ടുപോയി. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തായാലും ആരോഗ്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ ഡാൻസ് പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ നമുക്കിങ്ങനെ ജലദോഷമൊക്കെ വരില്ല. കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ജലദോഷമൊക്കെ പെട്ടെന്ന് വരില്ല. അപ്പോൾ ഈ ഇംഗ്ലീഷ് റെസിറ്റേഷനൊക്കെ വരുമ്പോൾ അതിൻ്റെ വോയിസ് മോഡുലേഷൻ ശരിയാവില്ല. പിന്നെ കഫക്കെട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതവിടെ നിൽക്കും, സ്റ്റക്കായി നിൽക്കും. പിന്നെ നമുക്കൊന്നും ഇതാക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാം ഒന്നും ഇതാക്കിയിട്ട് കൊണ്ടുപോയി. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും സെക്കൻഡ് ആണല്ലോ ഇപ്പോൾ കിട്ടിയിട്ടുള്ളതല്ലേ? അപ്പോൾ എന്തായാലും ഇനി അടുത്ത വർഷത്തെ കലോത്സവത്തിൽ സംസ്ഥാനത്തിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ടുകളൊക്കെ ഇപ്പോൾ തന്നെ എടുത്ത് തുടങ്ങുമോ? എങ്ങനെയാണ് കാര്യങ്ങൾ? തുടങ്ങും. കാരണം ഇപ്രാവശ്യം എനിക്ക് സംസ്ഥാനത്തേക്ക് പോകാനുള്ള അവസരമില്ല. കാരണം UP സെക്ഷൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് സംസ്ഥാനമില്ല. പക്ഷേ HSൻ്റെ സംസ്ഥാനം ഉണ്ട്. അപ്പോൾ എന്തായാലും ഏതെങ്കിലും ഒരു ഇനത്തിലെങ്കിലും സംസ്ഥാനത്തോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും അദീനയുടെ ഒരു ചെറിയൊരു പെർഫോമൻസ് നമുക്ക് വേണ്ടി ഒന്ന് പ്രേക്ഷകർ വേണ്ടി കാണിച്ചു തരാമോ? ചെറിയ കുറച്ച് ഭാഗം. I believe in monastery and try to lower my gaze. And if everything is from above, then everything is same. I ain't impressed by money, cars, clothes or fame. I'm a Muslim, so the trinkets of this world don't mean a thing. I was taught that peace is not the absence of war, but peace is a feeling that can only come from remembering your Lord. So for the sake of peace, there is no point in hating me anymore. It's a big place. We can all live together in this world. I invite you all to join me in this jihad of love and see firsthand why fundamentalism still begins with fun. And if you don't agree, I won't even judge. I just kill you with love. I just kill you all with love. Thank you. അദീന ഈ വർഷം UP ആയിരുന്നു അല്ലേ? ഇപ്പോൾ UP വിഭാഗത്തിൽ നിന്ന് മത്സരിച്ച് നമ്മുടെ ജില്ലയിലെത്തി വിവിധ ഐറ്റത്തിലൊക്കെ എ ഗ്രേഡും സെക്കൻഡും ഒക്കെ വാങ്ങിയിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അതിനേക്ക് ഇനി അടുത്ത വർഷം മുതൽ തീർച്ചയായിട്ടും സംസ്ഥാന തലത്തിൽ മത്സരിക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.